ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തെൽഫ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കണതില്ലേ, നമ്മൾ തുർക്കിയിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ബോട്ടിങ്ങാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്കിപ്പോൾ തുർക്കിയിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും പോകാൻ സാധിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ കാണാത്തവർക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വിട്ടെന്താണ് അവർ കേട്ടോ. അപ്പോൾ ബോട്ടാണ് ഇപ്പോൾ അറബിച്ചുകളായിട്ട് ഒപ്പം പോയതാണ് ഇങ്ങോട്ട് അവിടുത്തെ. അപ്പോൾ അവിടെ കടലും അവിടുത്തെ ബോട്ടിങ്ങും ഒക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ അവിടെയൊക്കെ പോയി കാണും, നല്ല കാലാവസ്ഥ എത്ര ഇപ്പോൾ അവിടെ തണുപ്പും. ഇവിടെ വെച്ചാൽ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു നല്ല രസമല്ലേ അവിടുത്തെ പ്രകൃതികളൊക്കെ കാണാൻ. ഒരു ശാന്തമായ സ്ഥലം, അതായത് നമുക്ക് ടൂറിസ്റ്റുകൾക്കൊക്കെ പോകാൻ പറ്റിയൊരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അത്ര കേട്ടോ. നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ കടപ്പുറത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോവല്ലേ, തുർക്കിലേക്കൊക്കെ. അടിപൊളി സ്ഥലമാണ് ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലേ, താറാവൊക്കെ കണ്ടില്ലേ അവിടെ നിൽക്കുന്നത്. ഇങ്ങനെ കടലിൽ തിരല്ലാത്ത കടലാണ് അവിടെ കേട്ടോ. അടിപൊളി ബോട്ടിങ്ങിലാണ് ഇപ്പോൾ അവർ ഇങ്ങനെ യാത്രയിലാണ്, ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ അവർ. അവിടുത്തെ അടിപൊളി സ്ഥലങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഒരു അധികം ആൾക്കാരൊന്നുമില്ല, അധികം ജനങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലമല്ല അവിടെ. പക്ഷെ ഇവിടുന്ന് ഈ ടൂറിസ്റ്റുകൾ പോയത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ ഈ ഭംഗി ഇങ്ങനെ കാണാൻ നമ്മൾ ഇവിടുന്ന് പോണ പോലെ ഇപ്പോൾ അവരങ്ങനെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അടിപൊളി സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബസ്സും ഇടയ്ക്കിടയ്ക്ക് ഓരോ ബസ്സുകൾ ഇങ്ങനെ വരും കേട്ടോ. യാത്രക്കാരൊക്കെ ഇങ്ങനെ മിനിറ്റ് വെച്ചിട്ട് ബസ് ഉണ്ട് ഇത്ര അവിടെ. പിന്നെ ഇങ്ങനെ കടപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കുക, കഥ പറയുക, കിസ്സ പറയുക, എന്തൊക്കെ ഇല്ലേ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലങ്ങൾ. ബോട്ടിങ്ങാണ് ഇവിടെ കേട്ടോ. അടിപൊളി സ്ഥലമാണ് ഇത്. ഇപ്പം അവിടെ നല്ല കാലാവസ്ഥയാണ് പറയണേ, തണുപ്പും അടിപൊളി കാലാവസ്ഥയാണ്. ഇവിടെ വെച്ചാൽ ഭയങ്കര ചൂടല്ലേ. ഇപ്പം നമ്മൾ വലിയ ഒരു ഇതിലേക്കാണ് പോകുന്നത് കേട്ടോ. ടൂറൊക്കെ കഴിഞ്ഞ് കടപ്പുറത്തു നിന്നൊക്കെ പോവുകയാണ് നമ്മൾ കേട്ടോ. കടപ്പുറത്തുനിന്ന് ഇങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വലിയൊരു മാളിലേക്കാണ് പോണത്. അവിടുത്തെ ബസ് കേട്ടോ, 2 നിലയുള്ള ബസ്സാണ് മക്കളെ കാണുന്നത്. ഇപ്പോൾ വണ്ടിയിൽ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ എത്ര നിലയാണ്, ഓരോ ബിൽഡിങ്ങുകൾ, ലോഡ്ജും ഒക്കെ കണ്ടില്ലേ. അടിപൊളി സ്ഥലങ്ങൾ. ജനങ്ങളധികമല്ല കേട്ടോ. Did you know that you can't take off your shirt in a game of football because of this one play? Although many players take their shirt to celebrate a goal, everyone knows that you deserve a yellow card if you do that. Many people say that this rule was implemented so players don't show off other sponsors under their shirt. നമ്മൾ ഇറങ്ങിട്ടോ, വണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ വലിയൊരു മാളിലേക്കാണ് പോണത്.
നല്ല രസമുള്ള സ്ഥലങ്ങളല്ലേ ഇവിടെ കാണുമ്പോൾ. However, in these 365 days with the Saudi team, he has only managed to play 5 matches and scoring just 1 goal. Despite Neymar's limited playtime, Al Hilal has won everything. They've been champions without the Brazilian. Meanwhile, Neymar continues to collect his hefty salary. He signed a 2-season deal worth $320 million.